ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. കണ്ടിന്യൂറ്റി ആൻഡ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം നോക്കാം. അപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഒരു ഫംഗ്ഷൻ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ അറ്റ് കണ്ടിന്യൂസ് അറ്റ് x0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ലിമിറ്റ് എന്തായിരിക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 f of x എന്ന് പറയുന്നത് ഈക്വൽ ടു f of x0 കൊടുത്തിട്ടുള്ള വാല്യൂ ആവണം. എങ്ങനെയാണ് എങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലമാണ് ഷോ ദാറ്റ് f of x ഈക്വൽ ടു x² + 1 ഇൻറ്റു x² - 2 ഈസ് കണ്ടിന്യൂസ് അറ്റ് x0 ഈക്വൽ, അതായത് അറ്റ് 0 കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ സിമ്പിളാണ്. ആൻസർ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, x0 എന്താണ് 0, f of x വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, f of x-ൻ്റെ സ്ഥാനത്ത് എന്താണ് x² + 1 അല്ലേ, +1. ഓക്കെ, x² + 1 ഇൻറ്റു x² - 1 അല്ലേ. ഇനി ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം, അപ്ലൈ ഉള്ളിലേക്ക് രണ്ട് സ്ഥലത്തും കൊടുക്കാം. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു which is equal to limit x tends to 0 x² + 1 into limit x tends to 0 x² - 1. Then you will get which is equal to limit x tends to 0 x² എന്ന് പറയുമ്പോൾ x² tends to 0 ആവും. 0² എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പോൾ 1 ഇൻറ്റു പിന്നെ ഇവിടെ ലിമിറ്റ് x² ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ x ടെൻസ് ടു 0 x² എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ ഇവിടെ ബാക്കി ലിമിറ്റിൻ്റെ കോൺസ്റ്റൻ്റ് ആയിരിക്കും -1 വിച്ച് ഈസ് ഈക്വൽ ടു -1. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? f of 0 ആണ്. f of 0 ഈക്വൽ ടു എന്താ നോക്കുക? f of x-ൽ എക്സിൻ്റെ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 0² അല്ലേ, 0² പിന്നെ +1 ഇൻറ്റു പിന്നെ എന്താണ് 0² - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. therefore രണ്ടും ഈക്വൽ ആണ്. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? കറസ്പോണ്ടിങ് ആയിട്ട് f ഈസ് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റും അല്ലേ. f ഈസ് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റും. അതായത് therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f of x ഈക്വൽ ടു എന്തെന്നാണ് f of 0 തന്നെയാണ്. സോ f ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഷോ ദാറ്റ്. ഇത് ഹോംവർക്കാണ്. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഓക്കെ, അപ്പം നിങ്ങളിത് ചെയ്യുക. ഷോ ദാറ്റ് f of x ഈക്വൽ ടു x² + 3x² - 2x ഈസ് കണ്ടിന്യൂസ് അറ്റ് x0 ഈക്വൽ ടു 3ൽ ചെയ്യുക. എന്തെന്ന് കാണണം? ആദ്യം നിങ്ങൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്താണ് f of x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f of x-ൻ്റെ സ്ഥാനത്ത് എന്താണ് കൊടുക്കേണ്ടത്? x³ 3x² - x അല്ലേ. x³ + 3x² - 2x കാണുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? f of 3 എന്താ നോക്കുക. ഇത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? f of 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യുക? 3 കൊടുക്കുക. അപ്പം x³ സ്ഥാനത്ത് 3³ വരും, x² സ്ഥാനത്ത് 3² വരും. അങ്ങനെ ചെയ്യാം. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്ന് പറയുന്നത് എക്സ് ടെൻസ് ടു 3 എക്സിൻ്റെ സ്ഥാനത്തേക്ക് പിന്നെയും 3 വന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് ഒരു കൺസെപ്റ്റ്സ് ആണ്, നോട്ടാണ്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആക്കിയിട്ട് എഴുതിയാൽ മതി. റിസൾട്ട്
ഓക്കെ, എന്താ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ റാഷണൽ ഫങ്ഷൻ. എന്താണ്? ഒരു റാഷണൽ ഫങ്ഷന് കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ ഇപ്പോൾ a/b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് താഴെയുള്ള കുഞ്ഞാപ്പുവാണ്. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് മുകളിലത്തേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂമറേറ്റർ എന്ന് പറയുക. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയുള്ള കുഞ്ഞാപ്പുവിനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുക. ഈ ഡിനോമിനേറ്റർ ഡസ് നോട്ട് വാനിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും 0 ആവാൻ പാടില്ല എന്നുള്ളതാണ്. 0 അപ്രോച്ച് ചെയ്യാൻ പാടില്ല, 0 ആവാൻ പാടില്ല, അതിൻ്റെ വാല്യൂ 0 ആവാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും? ഫംഗ്ഷന് റാഷണൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് x² - 1/x³ + 1 ഇത് റാഷണലാണ്. താഴെ അടിയിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. റാഷണൽ ഫംഗ്ഷനിൽ ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ f of x = x minus 1 3x² is divisible by 3x² അല്ലേ? x minus 1 divided by 3x² is continuous at x = x0 = 4 കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാനാണ്. ആൻസർ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആൻസറിൽ ആദ്യം നോക്കേണ്ടത് ഡിനോമിനേറ്റർ എന്താണ്? ഇവിടെ 3x² ആണ്. ഹിയർ 3x² അല്ലേ ഡിനോമിനേറ്റർ. Denominator is 3x². Here 3x². So 3 into 4, xന് 4 ആണ് കൊടുക്കേണ്ടത്. അപ്പം 4² which is equal to 3 into 16 അല്ലേ, which is not equal to 0. So function is continuous. It's continuous. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞത് പ്രൂവ് ദാറ്റ് x² - 1/x³ 3x² is continuous at x equal to 1. ഡിനോമിനേറ്റർ ഹിയർ ആൻസർ സിമ്പിളാണ്. ആൻസർ എന്താണ്? ഡിനോമിനേറ്റർ അല്ലേ. ഡിനോമിനേറ്റർ ഈസ് എന്താണ്? x³ നോക്കുക, x³ + 3x ആണ്. അങ്ങനെയാണ് എങ്കിൽ അല്ലേ, അങ്ങനെയാണ് എങ്കിൽ 1 x0 = എന്താണ്? = 1 ആണ്. ഇംപ്ലൈസ് അങ്ങനെയാണെങ്കിൽ 1³ + 3 into 1 that is equal to 4 which is always not equal to 0. So f of x, so x² - 1 divided by x³ - 1 divided by x³ + 3x is continuous at x equal to 4, x0 equal to 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? ഷോ ദാറ്റ് f of x = 3x² divided by x³ - 2 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ? ഇവിടെ കണ്ടിന്യൂസ് ആണ് ഷോ ചെയ്യാനാണ്. ഇവിടെ x0 = 1 കണ്ടിന്യൂസ് ആണ്. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്, വേർ എൽസ് ഈസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അവിടെയൊക്കെ കണ്ടിന്യൂസ് ആണ് അല്ല എന്നുള്ളതാണ് അല്ലേ. ആ കണ്ടീഷൻ 2 ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ തുടങ്ങുക. ആൻസർ f of x = കണ്ടിന്യൂസ് ആണ് എങ്കിൽ നമ്മൾ ഇവിടെ ഡിനോമിനേറ്റർ എടുക്കണം. ഈസ് എന്താണ്? x³ - 2. അങ്ങനെയാണ് എങ്കിൽ x0 = എന്താണ്? 1 which implies നമ്മൾ എന്ത് ചെയ്യുക? 1³ - 2 which is equal to 1 - 2 that is equal to -1 which is not equal to 0. So എന്താണ്? f of x = എന്താണ്? f of x എന്ന് പറഞ്ഞാൽ 3x² divided by x³ - 2 is continuous.
ഓക്കെ, കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1. പക്ഷേ നമ്മളോട് വേറൊരു ചോദ്യം കൂടിയുണ്ട്. എന്താണ്? വേർ എൽസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മളുടെ കൺസെപ്റ്റ്സ് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 0 ആണെങ്കിൽ കണ്ടിന്യൂസ് ആവില്ല എന്നാണ്. അപ്പോൾ അത് വിടാൻ നോക്കിയാൽ മതി. ഹിയർ എക്സ് ക്യൂബ് സപ്പോസ്, ഓക്കെ, സപ്പോസ് എടുത്താൽ മതി കേട്ടോ. സപ്പോസ് എക്സ് ക്യൂബ് -2 ഈക്വൽ ടു 0 എടുക്കുക. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? എക്സ് ക്യൂബ് ഈക്വൽ ടു -0 അപ്പുറത്തേക്ക് എടുത്താൽ +2 അല്ലേ? വിച്ച് ഇംപ്ലൈസ് നമുക്ക് എക്സ് ക്യൂബാണ് കേട്ടോ, ക്യൂബ്. അപ്പോൾ എക്സ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് 3 അല്ലേ? ക്യൂബിക് റൂട്ട് 2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എക്സ് ക്യൂബിക് റൂട്ട് 2 അല്ലേ? അല്ലാത്തടത്തൊക്കെ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അല്ലേ? നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. എങ്ങനെ പറയാം? എഫ് ഓഫ് എക്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. എപ്പോഴൊക്കെ എന്ന് പറയാം? എഫ് ഓഫ് അല്ലേ? നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എക്സ് നോട്ട് ഈക്വൽ ടു √2 ക്യൂബിക് റൂട്ട് 2. ഓക്കെ, അല്ലാത്തടത്തൊക്കെ എന്ത് ചെയ്യാം? കാരണം 0 കിട്ടരുത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലാത്തടത്തൊക്കെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ 0 ആയാൽ കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ ആ കണ്ടിന്യൂസ് ഉള്ള പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചാണ്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? കണ്ടിന്യൂസ് ആണ് എവിടെയൊക്കെ? എക്സ് നോട്ട് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് 2, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് എവറി പോയിന്റ് അങ്ങനെ എഴുതാം. പോയിന്റ് എക്സ് നോട്ട് ഈക്വൽ ടു എവറി പോയിന്റ് എക്സ് നോട്ട് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് 2 ഇങ്ങനെ എഴുതാം. ഇതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം ഈ സംഭവത്തിൽ മാത്രം ക്യൂബിക് റൂട്ട് 2 മാത്രം എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടും. ഇനി ഹോംവർക്കാണ്. അപ്പോൾ ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഹോംവർക്ക് ചെയ്യാനാണ് തരുന്നത്. പ്രൂവ് ദാറ്റ് എക്സ് റൈസ് ടു 4/8 എക്സ് റൈസ് ടു 4 - 8 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് -2 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0. കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. അവിടെ 0ൽ കണ്ടിന്യൂസ് ആണ്. അടുത്തത് വേർ ഈസ് എക്സ് സ്ക്വയർ -1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ +1. ഇത് സിമ്പിളായിട്ട് കിട്ടും. കാരണം കോഷ്യൻ്റ് ഡിനോമിനേറ്ററിൽ 0 കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈക്വൽ ടു 0 ആണ് എങ്കിൽ എന്തല്ല? കണ്ടിന്യൂസ് അല്ല എങ്കിൽ 0 അല്ല എങ്കിൽ നമുക്ക് എക്സിന് 0 കൊടുത്താൽ അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ഹോംവർക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഈസ് എക്സ് സ്ക്വയർ -1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ +1 കണ്ടിന്യൂസ്? എവിടൊക്കെയാണ് കണ്ടിന്യൂസ് ആകുക എന്നാണ് നമുക്ക് ചോദിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്താൽ ഈ ഡിനോമിനേറ്റർ എടുക്കുക. നമ്മൾ ഈ തൊട്ട് മുമ്പ് ചെയ്ത തിയറം പോലെ തന്നെ ചെയ്യണം. അതായത് എന്ത് ചെയ്യണം? എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ +1 ഈക്വൽ ടു എന്താക്കി കൊടുക്കുക? 0 കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് 0 കിട്ടുന്ന സ്ഥലം ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യുക? പറയണം. ഇവിടെ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇവിടെ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ ഈക്വൽ ടു സം വൈ എന്ന് കൊടുക്കുക, വൈ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് മാറും? വൈ സ്ക്വയർ അല്ലേ? വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ എന്നാണ്, എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ എക്സ് റൈസ് ടു 4 ആണ്. വൈ സ്ക്വയർ പ്ലസ് വൈ +1 എന്ന് കിട്ടും. ഇതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് കാണാൻ അറിയാലോ. ഇതിൻ്റെ റൂട്ട് കണ്ടിട്ട് അതിൽ വൈൻ്റെ സ്ഥാനത്ത് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് -b ± റൂട്ട് അല്ലേ? അത് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഉപയോഗിക്കാം. അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കിട്ടിയിട്ട് അതിന് റൂട്ട്, അതിന് നമുക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. സം എ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. പിന്നെ എക്സ് സ്ക്വയർ ഈക്വൽ ടു a കൊടുക്കുക.
അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് റൂട്ട് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പ്ലസ് ഓർ മൈനസ് റൂട്ട് എ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ കാണാം. മൂന്നാമത്തതും സെയിം വേ തന്നെ എന്താണ്? എക്സ് ക്യൂബ് ഡിനോമിനേറ്റർ എക്സ് ക്യൂബ് മൈനസ് 8 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ക്യൂബ് ഈക്വൽ ടു 8 ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഇത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. എക്സ് ക്യൂബ് എന്നുള്ളത് എക്സ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് ഓഫ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ക്യൂബിക് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എക്സിന് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ 0 ആയിപ്പോവും. അപ്പം നമുക്ക് ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എവിടെ ഒഴിച്ചിട്ട് എവ്രി എക്സ് നോട്ട് വിച്ച് അതൊരിക്കലും എന്താവില്ല? നോട്ട് ഈക്വൽ ടു 2 അല്ലാത്ത എല്ലായിടത്തും എന്താണ്? കണ്ടിന്യൂസ് ആണ് എന്ന് ഇതാ ഹോംവർക്കാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു മോഡൽ ഷോ ദാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഷോ ദാറ്റ് വേറെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കുകയാണ്. ഓക്കെ, ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0. കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ അതിന് ആദ്യം എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ് നമുക്കറിയാം റൂട്ട് -1 റൂട്ട് -5ൻ്റെ ഒന്നും വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല. ആ റൂട്ട് -1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്നത് എന്താണ്? -5 ആയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുള്ള് ഓൺ ദി റിയൽ നമ്പർ സിസ്റ്റത്തിലാണ്. ഓക്കെ, അത് ഓർത്തോടുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ആൻസർ ഷോ ചെയ്യണം. അതിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റ് എടുക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എടുക്കുക. ഇത് 0 ആണ്, 0-നേക്കാട്ടിലും താഴെ ആണ് എങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ 0 ആണ് എങ്കിൽ വിച്ച് ഈസ് നോട്ട് കണ്ടിന്യൂസ്. എന്തല്ല? നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ, അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഓക്കെ, നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് അത് തന്നെയാണ്. ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തിൽ എന്ത് ചെയ്യുന്നു? ഹിയർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 അങ്ങനെ എടുക്കുക ഡിയർ കുഞ്ഞാപ്പൂസ്. അപ്പോൾ കുഞ്ഞാപ്പുകളെ ഇവിടെ ഈ ചെറിയ നമ്മളെ കുഞ്ഞാപ്പ് 0 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്യുക. അതായത് നമ്മളുടെ കൺസെപ്റ്റ് വരെ എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ലെറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഞാൻ എന്തെടുത്തു? ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നെടുത്തു. ഓക്കെ, ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്നാൽ നമുക്ക് സുഖമാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇനി ഈ ജി ഓഫ് 0 എന്താണ്? ഈക്വൽ ടു എന്ത് കൊടുക്കാം? 0 സ്ക്വയർ പ്ലസ് 2 into 0 plus 1 that is equal to 1 which is greater than or equal to 0 അല്ലേ. സോ റൂട്ട് ഓഫ് ജി ഓഫ് 0 അല്ലേ. സോ റൂട്ട് ഓഫ് ജി ഓഫ് എക്സ് അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 is continuous. എവിടെ? കണ്ടിന്യൂസ് അറ്റ് എവിടെ? എക്സ് ഈക്വൽ ടു 0. ഇനി അടുത്തതും നിങ്ങൾക്ക് ഹോംവർക്ക് നേരത്തെ ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെയാണ് ഹോംവർക്കായിട്ട് തന്നു. കാരണം ഇവിടെ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ എടുക്കണം. ഇവിടെ ഇത് ഞാൻ തന്നെ ചെയ്യാം, ഹോംവർക്ക് ആക്കണ്ട. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഡിനോമിനേറ്റർ ഹിയർ അല്ലേ, സിമ്പിളാണ്. വേർ ഈസ് കണ്ടിന്യൂസ് എന്നാണ് ചോദിച്ചത്. വേർ ഈസ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഏതൊക്കെ കണ്ടിന്യൂസ് ആണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഡിനോമിനേറ്റർ ഹിയർ ആൻസർ ഹിയർ ഡിനോമിനേറ്റർ എവിടാണ്? എവിടാണുള്ളത്? ജി ഓഫ് എക്സ് അല്ലെങ്കിൽ റൂട്ട് എന്താണ്? എക്സ് സ്ക്വയർ -8 ആണ്.
ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, സീറോനെക്കാട്ടും താഴാൻ പറ്റൂല, സീറോയും ആവാൻ പറ്റൂല. പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സീറോ ആയാൽ കോഷ്യൻ്റ് ആണ് അല്ലേ, ഫ്രാക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ കോഷ്യൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫംഗ്ഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സീറോ ആകാൻ പറ്റില്ല. അപ്പോൾ വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സീറോ ആവണം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യും, ലെറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു, ഇതിൻ്റെ കേസിൽ കേട്ടോ, മറ്റേൻ്റെ കേസിൽ എന്താണ് സീറോ സീറോ അല്ലെ അതിൻ്റെ അപ്പുറം ആവാം. പക്ഷേ ഇത് ഡിവിസിബിൾ ബൈ ആയതുകൊണ്ട് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ, അപ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ ആവണം. ഓക്കെ, അപ്പം ജി ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ എന്തെടുത്തു, എക്സ് സ്ക്വയർ മൈനസ് 8 എടുത്തു അല്ലേ, വിച്ച് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ ജി ഓഫ് എക്സ് എന്ന് വേണമെന്നില്ല അല്ലേ, എക്സ് ഡിനോമിനേറ്റർ എടുത്താൽ മതി. അപ്പം വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, എക്സ് സ്ക്വയർ ഈക്വൽ ടു -8നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ +8, അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് 8 +or- ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2 ആണ്. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു +or-2√2. ഓക്കെ, +or-2√2. സോ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് 8³ ബൈ അല്ലേ 8x³ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ -8 ഈസ് കണ്ടിന്യൂസ് എക്സ്. ഇവിടെ നോക്കേണ്ടത് വേറൊന്നും നെഗറ്റീവ് ആവാൻ പാടില്ല. വെച്ചാൽ 1 കൊടുത്താൽ 1² 2² 3²ൻ്റെ മേലോട്ടുള്ളൊക്കെ എന്ത് ചെയ്യും, സംഭവിക്കും. അതായത് +or-2ൻ്റെ ഇടയിലുള്ള ഒരു ടേമും വരാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ. കണ്ടിന്യൂസ് എക്സ് നോട്ട് ഈക്വൽ ടു ഫോർ എവരി അല്ലേ, കണ്ടിന്യൂസ് അറ്റ് എവരി എക്സ് നോട്ട് ബിലോങ്സ് ടു -2√2, √2. ഓക്കെ, നോട്ട് ബിലോങ്സ് ടു എക്സ് നോട്ട് ബിലോങ്സ് ടു എന്താണ് വരുന്നത്, -2√2, 2√2. ഓക്കെ, എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ √(-1) അല്ലെങ്കിൽ √(-2) വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് 2 ആയിട്ട കൺസെപ്റ്റ്സിലാണ്, നമ്മൾ റിയൽ കൺസെപ്റ്റ്സിലാണ് ഇത് പറയുന്നത്, റിയൽ ഫംഗ്ഷൻ്റെ കേസിലാണ്. ഓക്കെ, അതേ മോഡലിൽ തന്നെ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഇതും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. x⁴ ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ y² എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അതായത് y ഈക്വൽ ടു x² കൊടുക്കുക, തരികിട അപ്ലൈ ചെയ്യുക. ഇവിടെ എന്ത് കൊടുക്കുക, y വരും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണുക. എന്നിട്ട് പിന്നീട് നമ്മൾ y-ൻ്റെ സ്ഥാനത്ത് x² കൊടുത്തിട്ട് അതിന് +or-√2 കൊടുത്തു വെച്ചാൽ മതി. ഓക്കെ, ആ രീതിയിൽ വാല്യൂ കാണുക കേട്ടോ. അതാണ് ഏറ്റവും നല്ല ഐഡിയ. പിന്നുള്ളത് ഹോംവർക്കാണത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഗ്രൂപ്പിൽ. പിന്നുള്ളത് അടുത്തതൊരു റിസൾട്ടാണ്. using the law of limit show that f and g are, if f and g are continuous, f ഉം g ഉം continuous ആണ് at x0, so f plus g എന്തായിരിക്കും, കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. പ്രൂഫ് ഈസ് സിമ്പിൾ. പ്രൂഫ് f and g are continuous. ഓക്കെ, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ്. അങ്ങനെ കണ്ടിന്യൂസ് ആണ് എങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് x0 ആണ്. പിന്നെ അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 ജി ഓഫ് എക്സ് എന്താണ്, ഈക്വൽ ടു ജി ഓഫ്
എക്സ് നോട്ടാണ്, കണ്ടിന്യൂസ് ആയതുകൊണ്ട് അല്ലേ അല്ലേ. എഫ് ഈസ് കണ്ടിന്യൂസ്, ദാറ്റ് ഈസ് ഇത് റെഡി. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് ആണ് എന്ന് കിട്ടണം. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ലിമിറ്റ് എക്സ് പ്ലസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ജി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് നമുക്ക് എന്തെന്ന് അപ്ലൈ ചെയ്യാം? എക്സ് ടെൻസ് ടു എക്സ് നോട്ട് അല്ലേ, എഫ് ഓഫ് എക്സ് പ്ലസ് അല്ലേ, ലിമിറ്റ് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യാം എല്ലാത്തിൻ്റെയും ബൈ ദി പ്രോപ്പർട്ടി, അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് എന്ന് അപ്ലൈ ചെയ്യാം. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ടാണ്. ജി ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് നോട്ടാണ് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? സിമ്പിൾ അല്ലേ, എന്ത് കിട്ടും? ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് അല്ലേ പ്ലസ് ജി ഓഫ് എക്സ് നോട്ട്, ദാറ്റ് ഈസ് അതിനെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? എഫ് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാം. ഓക്കെ, therefore f plus g is continuous. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് നിങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് ഹോംവർക്കാണ്. അതായത് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട്, ജി ഓഫ് എക്സ് നോട്ട് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണ് എങ്കിൽ കണ്ടിന്യൂസ് ആണ് രണ്ടും. അങ്ങനെയാണ് എങ്കിൽ എഫ് ബൈ ജി കണ്ടിന്യൂസ് ആണ് എന്ന് ഷോ ചെയ്യാൻ ഒന്നാമത്തത്. രണ്ടാമത്തത് എഫ് ഇൻറ്റു ജി കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അറ്റ് എക്സ് നോട്ട് സിമ്പിളാണ്. എന്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, മുകളിലും താഴെ ലിമിറ്റ് കൊടുക്കുക. കാരണം ലിമിറ്റ് എക്സ്റ്റെൻസ് ഇത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മുകളിലും താഴെയും ഇതിൽ വരും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് നോട്ട് വരും. ദാറ്റ് ഈസ് എഫ് ഓഫ് ബൈ ജി ഓഫ് എക്സ് നോട്ട് ആണ് എന്ന് കിട്ടും. ഫോർ കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടും. ഇതേപോലെ തന്നെ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഇൻറ്റു ജി, അത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? ലിമിറ്റ് ഇൻറ്റു എഫ് ഇൻറ്റു ലിമിറ്റ് ഇൻറ്റു ബൈ ദി പ്രൊഡക്റ്റ് റൂൾ ഓഫ് ലിമിറ്റ്. ഓക്കെ, പ്രോപ്പർട്ടി ഓഫ് പ്രൊഡക്റ്റ് റൂൾ. ഓക്കെ, ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി റൂൾ അപ്ലൈ ചെയ്യുക, പ്രൊഡക്റ്റ് ലിമിറ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, മറ്റേ വേറെന്തായിരുന്നു പറയാനുണ്ടായിരുന്നത്? ഇല്ലാന്ന് തോന്നുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇതിൻ്റെ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കാരണം നിങ്ങൾ അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഞാൻ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഗൂഗിൾ ക്ലാസ് റൂമിലിടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വരിക, ചോദിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.